ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ അറിവിൻ്റെ കൂടാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഈവനിങ്. പക്ഷേ ഇന്നെനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു ദിവസമാണ്. കാരണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മോൻ പെട്ടെന്ന് സുഖമില്ലാതെ മരിച്ചു. അവൻ്റെ സങ്കടം, അവൻ്റെ അസുഖത്തെക്കുറിച്ച് ഓർത്തപ്പോൾ വല്ലാത്ത ദുഃഖം തോന്നി. കാരണം നമ്മൾ വലിയ കുട്ടികളാവട്ടെ ചെറിയ കുട്ടികളാവട്ടെ പനി വന്നാൽ നമ്മൾ പറയും സാരമില്ലാതെ 2 ദിവസം കഴിയുമ്പോൾ മാറുമെന്ന്. പക്ഷേ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ഗൈസ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ചൂട് സമയത്ത് മഞ്ഞപ്പിത്തം, അതുപോലെ തന്നെ ഓരോരോ അസുഖങ്ങൾ വരുമ്പോഴും അതിനെ നിസ്സാരമായിട്ട് എടുക്കരുത്. കാരണം വലിയ കുട്ടിയാണല്ലോ എന്ന് കരുതി നമ്മൾ അവനെ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന എത്രയും നല്ല ആയുർവേദ ചികിത്സ നമുക്ക് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കണം. അപ്പോൾ ഈ മഞ്ഞപ്പിത്തം ലിവറിന് കയറി പിടിച്ചാലത്തെ അവസ്ഥ അറിയാമല്ലോ. നമുക്ക് ആ കുട്ടിയെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗൈസ്, എനിക്കിന്ന് ഭയങ്കര സങ്കടമാണ്. എൻ്റെ മോൻ്റെയൊക്കെ അത്രയും പ്രായമുള്ളൊരു കുട്ടിയാണ്. നല്ല മോനായിരുന്നു അവൻ. അമ്മയ്ക്കാകെ ഒരു മകനുള്ളതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ എന്ത് അസുഖം വന്നാലും, ഞാൻ പറഞ്ഞല്ലോ, ഏത് അസുഖത്തെ വന്നാലും നമുക്കത് നമ്മൾ ചികിത്സിക്കണം. ഡോക്ടറെ തക്ക സമയത്ത് കാണണം. അത് പിന്നീട് അത് കൂടുതൽ വഷളായിട്ട് പിന്നെ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഗൈസ്, ഏതൊക്കെയാണെങ്കിലും നമ്മൾ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മാക്സിമം നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ആ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികളോടും അതുപോലെ വലുതാണെങ്കിൽ, എത്ര വലുതായാലും അമ്മയ്ക്ക് അവൻ എന്നും കുഞ്ഞു കുട്ടി തന്നെയാണ് അല്ലേ. എത്ര വലിയ മകനാണെങ്കിലും, എത്ര ചീത്ത മോനാണെങ്കിലും, എത്ര പറഞ്ഞാൽ കേൾക്കാത്തവനാണെങ്കിലും, എങ്ങനെയുള്ള ഒരു പയ്യനാണെങ്കിൽ പോലും ആ അമ്മയ്ക്ക് ആ സങ്കടം ഒരിക്കലും നികത്താനാവില്ല. കാരണം നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ആ കുട്ടിയെ വലുതാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഗൈസ്, നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കണം. മക്കളെ, അസുഖം വന്നാൽ അതുപോലെ നമ്മൾ അതിൻ്റേതായ നടപടികളെല്ലാം സ്വീകരിച്ച് ഡോക്ടറെ കണ്ട് അതിന് പഥ്യം സ്വീകരിച്ച് മരുന്ന് കഴിക്കേണ്ടതാണെങ്കിൽ പഥ്യം സ്വീകരിച്ച് മരുന്നുകളെല്ലാം കഴിച്ച് നല്ല റെസ്റ്റ് എടുത്ത്, അത്യാവശ്യം ഫുഡെല്ലാം കഴിച്ച് റെസ്റ്റ് എടുത്തിരുന്ന് അസുഖം മാറിയതിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാവുള്ളൂ. ഓക്കെ ഗൈസ്, ഇന്ന് എനിക്ക് ഭയങ്കര സങ്കടത്തിലാണ്. എങ്കിലും ഞാനിന്നൊരു വീഡിയോ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഗൈസ്. ഓക്കെ ബൈ. എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ ഗൈസ്, താങ്ക് യു.